നമസ്കാരം, ഞാൻ ഡോക്ടർ നിമ്മി. വളരെ സാധാരണയായി പലർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തളർച്ച അല്ലെങ്കിൽ ക്ഷീണം. ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. സാധാരണ സംശയിക്കുന്നവരും തുടങ്ങാം. പലപ്പോഴും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് നിങ്ങൾ വേണ്ടത്ര ഉറങ്ങുന്നില്ല എന്നതിന്റെ സൂചനയാണ്. അഡൾട്ട്സിന് ദിവസവും ഏകദേശം 7 to 8 hours ഓഫ് ഉറക്കം ആവശ്യമാണ്. അടുത്ത കാരണമാണ് സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന എന്തും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കാം. ഇതൊന്നും അല്ലാതെ ഏതെങ്കിലും ഒരു അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാം. അതിൽ ആദ്യത്തേതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. നിങ്ങളുടെ ശരീരത്തിൽ എല്ലായിടത്തേക്കും ഓക്സിജൻ എത്തിക്കാൻ ആവശ്യമായ RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നുകയും ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയൊക്കെ ചെയ്യാം. മറ്റൊരു കാരണമാണ് അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം. നിങ്ങളുടെ മെറ്റബോളിസത്തെ ഇത് കുറയ്ക്കാൻ കാരണമാവുകയും നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയും ശരീരഭാരത്തെ കൂട്ടുകയൊക്കെ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാരണമാണ് സ്ലീപ്പ് അപ്നിയ. ഉറക്കത്തിനിടയിൽ കുറച്ചു സമയത്തേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ശ്വാസം വലിക്കുന്നത് നിന്നു പോകുന്നതിനെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഇത് രാത്രി പലതവണ സംഭവിക്കാം. ഇത് കാരണം നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുകയും ചെയ്യാം. ബാക്കിയുള്ള കാരണങ്ങൾ പാർട്ട് 2-ൽ പറയാം.